ഇന്ന് ഞാനിവിടെ റോയൽ ഫലൂഡയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ ജെല്ലി തയ്യാറാക്കാം. ഞാനിവിടെ ഒരു പാക്കറ്റ് സ്ട്രോബെറി ജെല്ലിയാണ് എടുത്തിരിക്കുന്നത്. ഒരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് ഈ ജെല്ലി പൗഡർ ഇട്ട് കൊടുക്കാം. നമ്മൾ ജെല്ലി വാങ്ങിക്കുമ്പോൾ ആ ജെല്ലി പാക്കറ്റിൽ തന്നെ അതിൻ്റെ ഇൻസ്ട്രക്ഷനൊക്കെ എഴുതിയിട്ടുണ്ടാവും എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന്. ഇതിലേക്ക് ഒരു കപ്പ് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കാം. ഇതിവിടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 3/4 കപ്പ് തണുത്ത വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഇനി ഇതെല്ലാം കൂട്ടിയിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് തണുക്കാൻ വയ്ക്കാം. തണുത്ത ശേഷം നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഫെലൂഡ സേമിയാണ്. ഞാനിവിടെ കുറച്ച് ഫെലൂഡ സേമിയ എടുത്തിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ച ശേഷം അതിലേക്ക് ഈ ഫെലൂഡ സേമിയ ഇട്ട് നല്ലതുപോലെ ഇത് വേകണ്ട, ഇത് ഇട്ട് കുറച്ച് 10 മിനിറ്റ് ആവുമ്പോൾ തന്നെ ഇത് വെന്ത് കിട്ടും. ഡ്രെയിൻ ചെയ്തിട്ട് നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. വെള്ളം ഇവിടെ തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഈ സേമിയ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ തന്നെ ഇത് കുതിർന്നു വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് നല്ലതുപോലെ കുതിർന്ന ശേഷം ഇത് ചായ അരിക്കുന്ന വളരെ നേർത്ത അരിപ്പിൽ ഇതിട്ടിട്ട് ഒന്ന് വാഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഫെലൂഡ സേമിയ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് ഡ്രെയിൻ ചെയ്തെടുക്കാം. ഫെലൂഡ സേമിയ ഞാനിവിടെ ഡ്രെയിൻ ചെയ്ത് എടുത്ത് വെച്ചിരിക്കുവാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഗ്രീൻ ഫുഡ് കളർ ഒരു നുള്ളിട്ട് മിക്സ് ചെയ്തെടുക്കുവാണ്. കളർ ഉപയോഗിക്കുമ്പോൾ പെർമിറ്റഡ് ഫുഡ് കളർ തന്നെ ഉപയോഗിക്കണം. ഫുഡ് കളർ ചേർത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. കളർ ഇട്ട് കഴിഞ്ഞാൽ ഫലൂഡയ്ക്ക് നല്ലൊരു കളറായിരിക്കും. ഞാനിവിടെ ഒരു ഡ്രോപ്പ് ഫുഡ് കളർ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫെലൂഡ സേമിയ ഞാനിവിടെ ഗ്രീൻ കളർ ചേർത്ത് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഈ ഫെലൂഡയിൽ ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്രൂട്ട്സ് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഫ്രൂട്ട്സ് എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷമാണ് നമ്മൾ ഫെലൂഡയിൽ ചേർക്കുന്നത്. ഞാനിവിടെ കുറച്ച് പൈനാപ്പിൾ, ബനാന, ആപ്പിൾ, മാംഗോ, ചെറി ഇത്രയും ഫ്രൂട്ട്സ് ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. കാഷ്നട്ട്, കിസ്മിസ്, ബ്ലാക്കും യെല്ലോയും, പിന്നെ പിസ്ത എല്ലാം ഞാൻ ചെറുതായി ഒന്ന് കട്ട് ചെയ്താണ് എടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് റോസ് മിൽക്കാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ട് ഏകദേശം ഒരു 3/4 കപ്പ് മിൽക്ക് ഞാൻ എടുക്കുവാണ്. വെള്ളം ചേർക്കാതെ വേണം നമ്മൾ മിൽക്ക് ഇതിനായിട്ട് എടുക്കേണ്ടത്. അതൊരു ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഒരുപാട് റോസ് മിൽക്കൊന്നും ചേർക്കത്തില്ല, വളരെ കുറച്ച് മാത്രമേ ചേർക്കത്തുള്ളൂ. ഈ മിൽക്കിലേക്ക് റോസ് സിറപ്പ് ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിവിടെ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ മിൽക്കിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. ഫെലൂഡയ്ക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബേസിൽ സീഡും മിൽക്കും ഫ്രൂട്ട്സും എല്ലാം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ തണുപ്പിച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഫെലൂഡ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല ടോൾ ഗ്ലാസ് വേണം എടുക്കേണ്ടത്. ഈ ടോൾ ഗ്ലാസ്സിലാണ് നമ്മൾ ഫെലൂഡ സെറ്റ് ചെയ്യുന്നത്. ആദ്യം തന്നെ ഈ സെറ്റായ ജെല്ലി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എല്ലാം കുറച്ച് വീതം ഇട്ടാൽ മതി. ഇതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അറേഞ്ച്മെന്റ്സ് മാറ്റാവുന്നതാണ്. ഇവിടെ ഞാൻ ഫസ്റ്റ് ലെയർ ജെല്ലിയാണ് ഇട്ട് കൊടുത്തത്. സെക്കൻഡ് ലെയർ വന്നിട്ട് ഈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഫ്രൂട്ട്സ് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം വേണം നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. തേർഡ് ലെയർ ഈ വെർമസെല്ലി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിന് പുറത്തേക്ക് ഈ നട്ട്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് റോസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 3 ടേബിൾ സ്പൂൺ റോസ് മിൽക്ക് മാത്രമേ ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളൂ. ഇനി ഇതിന് പുറത്തേക്ക് ഞാനിവിടെ പിസ്തയുടെ ഐസ്ക്രീമാണ് എടുത്തിരിക്കുന്നത്. 1 സ്കൂപ്പ് ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് പുറത്തേക്ക് ബേസിൽ സീഡ് കുതിർത്തത് ഇട്ട് കൊടുക്കാം. വീണ്ടും ഞാൻ ഇതിന് പുറത്തേക്ക് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാണ്. ഇതിന് പുറത്തേക്ക് വീണ്ടും
ഈ ജെല്ലി ഇട്ട് കൊടുക്കാം. നല്ല ടോൾ ഗ്ലാസ് ആകുമ്പോഴേക്ക് ഇതുപോലെ നമുക്ക് ലെയർ ആയിട്ട് ഓരോന്നും ഇട്ട് കൊടുക്കാൻ പറ്റും. ഇനി ഇതിന് പുറത്തേക്ക് കുറച്ചുകൂടി ഫലൂഡ വെർമസല്ലി ഇട്ട് കൊടുക്കാം. വീണ്ടും ഈ ബേസൽ സീഡ് വെച്ച് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ റോസ് മിൽക്ക് കൂടി ഇതിന് പുറത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 സ്കൂപ്പ് ഐസ്ക്രീം ഇതിന് മുകളിൽ വെച്ചിട്ട് ഡ്രൈ നട്ട്സ് ഇതിന്റെ പുറത്തേക്ക് വെച്ചു കൊടുക്കാം. ഇതിന് മുകളിൽ നമുക്ക് ചെറി വെച്ച് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. റോയൽ ഫലൂഡ ഇവിടെ തയ്യാറായി. ഇത് വളരെ ടേസ്റ്റിയാണ് കഴിക്കാൻ. അടുത്ത് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ക്രീം പാസ്തയാണ്. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ഫർഫാല എടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു പാൻ എടുത്തിട്ട് ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. ഇതോടൊപ്പം തന്നെ ഈ എടുത്തു വെച്ചിരിക്കുന്ന ഫർഫാലയും ഇട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഫർഫാലെ ഈ പാലിൽ കിടന്ന് വേണം വേകാനുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. പാസ്ത ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ ഈ പാസ്ത ഈ പാലിൽ കിടന്നാണ് വേകേണ്ടത്. ഇതിപ്പോ ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ 1 കപ്പ് ചെദ്ദാർ ചീസ് എടുത്തിട്ടുണ്ട്. ഈ ചെദ്ദാർ ചീസും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ പാസ്ത നല്ലതുപോലെ വെന്ത ശേഷം മാത്രമേ നമ്മൾ ചെദ്ദാർ ചീസ് ഇതിലേക്ക് ചേർക്കാവൂ. കണ്ടോ, ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതാണ് ഈ ക്രീം പാസ്തയുടെ ഒരു സ്ട്രക്ചർ. ഇനി ഇതിനു മുകളിലേക്ക് 1/4 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ പൗഡർ ഇട്ടിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം ഒരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാവുന്നതാണ്. പാസ്ത ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കൊരു വെജിറ്റബിൾ സാലഡ് ഉണ്ടാക്കാം. അടുത്ത് ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് വെജിറ്റബിൾ സാലഡാണ്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. ഇതിനു വേണ്ടിയിട്ട് വെജിറ്റബിൾസും ഞാനിവിടെ ഒരു ഫ്രൂട്ട് എടുത്തിട്ടുണ്ട്, മാംഗോയാണ്. ഇതെല്ലാം കനം കുറഞ്ഞ് നീളത്തിലാണ് അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ക്യാബേജ്, ബെൽ പെപ്പേഴ്സ് റെഡും ഗ്രീനും, പിന്നെ ക്യാരറ്റ്, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഈ വെജിറ്റബിൾ സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ട് ഈ എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും മാംഗോയും കൂടി ഇതിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ സ്വീറ്റ് കോൺ ഇടുവാണ്. ഇത് ഞാൻ ക്യാനിലെ സ്വീറ്റ് കോൺ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ ഒലിവ് ഇടുവാണ്. ഇത് ബ്ലാക്കും ഗ്രീനും ഒലിവ് ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. ഏകദേശം 1 ടേബിൾ സ്പൂണുള്ള ഒലിവ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. മുഴുവനുള്ള ഒലിവാണ് ഞാൻ ഇതിലേക്ക് ഇടുന്നത്. ഇതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ ഹെലപ്പിനോയും കൂടി ഇട്ട് ഇതെല്ലാം കൂട്ടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ പൗഡറും ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ ക്രഷ് ചെയ്ത ചില്ലിയും 1 നാരങ്ങയുടെ നീരും ഏകദേശം 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും ഒഴിച്ച് ഇതെല്ലാം കൂട്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒലിവ് ഓയിൽ തന്നെ ഇതിലേക്ക് ഒഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതെല്ലാം കൂട്ടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെജിറ്റബിൾ സാലഡും ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഇഫ്താർ പ്ലാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇവിടെ ഞാൻ മിക്സഡ് വെജിറ്റബിൾ സാലഡും ക്രീം പാസ്തയും ഫലൂഡയും ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.